കേട്ടോ ഇല്ല ചോദിക്കാൻ അവിടെ സമ്മതിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ഈ പൊതുമുതൽ നശിപ്പിച്ചവനൊരു കേസെടുക്കും, അതിൽ കുറേ എണ്ണത്തിന് ജയിലായിട്ട്. കേരളം ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പോലീസിൽ. ഒരാളുടെ പണിയും കളഞ്ഞില്ലേ. നിങ്ങൾ ചെല്ലി, നിങ്ങളൊക്കെയാണ് ഇതിന് പ്രധാന കാരണക്കാരി. ഇത് ഞാൻ നിങ്ങൾ ആരെയും വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ആരെയും അറിയാം. ഞങ്ങൾ പ്രതിയോട് സംസാരിച്ചിട്ടേ ഇല്ല. ഭക്ഷണം കഴിച്ചോ ചോദിച്ചു, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര ദിവസം എവിടെയെന്ന് ചോദിച്ചു, മലയിലായിരുന്നു പറഞ്ഞു. അവന് ചോദിക്കാൻ പോകുന്നുള്ളൂ, അയാൾക്ക് വിഷം വാങ്ങിച്ചിട്ട് സ്ഥിതി അത്ര വഷളൊന്നുമില്ല. ആകെ 25 പേര് വെച്ച് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങളത് മാനേജ് ചെയ്തോളൂ. ശരി. ആലത്തൂർ DSPയുടെ പ്രതികരണമാണ് കണ്ടത്. കാര്യങ്ങളൊക്കെ തങ്ങൾ നിയന്ത്രണവിധേയമാക്കിക്കോളും. പ്രതിയോട് കൂടുതൽ ചോദിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചു എന്നത് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താൻ പോകുന്നതേ ഉള്ളൂ. നമ്മളാണ് കാര്യങ്ങൾ വഷളാക്കുന്നതെന്നാണ്, മാധ്യമങ്ങളാണ് വഷളാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തോന്നുന്നത്. നമ്മൾ പോലീസാണ് ചേട്ടനെ തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. പക്ഷേ അയാൾ തറവാട്ട് വീട്ടിലേക്ക് വരുന്നതിന് പകരം അയാളുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ആൾറെഡി പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പാടത്ത്. അവരാണ് പിടിച്ചത്. നമ്മുടെ പോലീസുകാർ അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ല, വിശന്നിട്ട്. ഇപ്പോൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചരട് മാത്രമേ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ലോക്കപ്പിലാക്കിയപ്പോൾ. നിങ്ങളെ മഹേന്ദ്ര സിംഗ് സസ്പെൻഷനിലായിട്ടൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ശരി. വിശപ്പ് അത് പറഞ്ഞു, വിശന്നിട്ട് വയ്യ വല്ലതും വേണം പറഞ്ഞ് ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. അതെ അന്ന് 4 ദിവസം എടുത്തു. ഇന്ന് ഞങ്ങൾ 48 മണിക്കൂറിനകം പിടിച്ചു. ബാക്കി നടപടികളൊക്കെ SP സാർ നാളെ വന്ന് പറയും. മീഡിയ ബ്രീഫിംഗ് നാളേക്ക് ഉണ്ട്. അപ്പോൾ നാളെ എല്ലാവരും വരും. മെഡിക്കൽ കഴിഞ്ഞു. പുള്ളി ആരോഗ്യവാനാണ്. BP നോക്കി, വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധന നടത്തി. നാട്ടുകാർ മലയിലൊക്കെ തിരയാനായിട്ട് നന്നായി സഹായിച്ചു. രാത്രി നാട്ടുകാരില്ല. നാട്ടുകാർ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ അവനെ തല്ലിക്കൊണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ സഹായം ഞങ്ങൾ രാത്രി ആവശ്യപ്പെട്ടില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ.